മുതിർന്നവർ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇത്രയും ആയില്ലേ, ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡയറ്റ് നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വേണ്ട എന്നുള്ളൊരു തോട്ട് അവർക്ക് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ മുതിർന്നു എന്നുള്ളത് അല്ലെങ്കിൽ അവർക്കപ്പോൾ ഡയബറ്റീസ് പോലുള്ള ചെറിയ അസുഖങ്ങൾ മാത്രമായിരിക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് സാധ്യമാണോ ആ ഒരു പോയിന്റിൽ? എനിക്ക് വളരെ പ്രാധാന്യം കൊടുക്കണമെന്ന് തോന്നുന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, നമ്മളുടെ ഇന്നത്തെ കേരളത്തിൻ്റെയും നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെയും ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് എ ഹ്യൂജ് നമ്പർ ഓഫ് എൽഡർലി പോപ്പുലേഷൻ. തീർച്ചയായിട്ടും. അതിൽ പലരുടെ അവസ്ഥ പലരും ഇന്ന് ഒറ്റയ്ക്കാണ്, അതെ. അല്ലെങ്കിൽ പഴയതുപോലത്തെ ഒരു സോഷ്യൽ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ ആരോഗ്യത്തിൻ്റെയും അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് എൽഡർലി പോപ്പുലേഷൻ്റെ ഹെൽത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഗവൺമെൻറ് തലത്തിലൊക്കെ തന്നെ ആണെങ്കിൽ പോലും സാമൂഹിക തലത്തിലാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിനകത്ത് വളരെ ശക്തമായ ഇടപെടലിൻ്റെ സാധ്യതയുണ്ട്, ഇടപെടലിൻ്റെ ആവശ്യകതയുണ്ട്. ഇപ്പോൾ ഞാൻ സാധാരണ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു അപ്രോച്ചുണ്ട്, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാലഘട്ടത്തിന് വേണമെങ്കിൽ ഒരു 4 ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യാം. 100 വയസ്സ് എന്നുള്ളതാണെങ്കിൽ 25. ആദ്യത്തെ 25 വർഷം നമ്മൾ പലപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ, നമ്മുടെ ഒരു കരിയറൊക്കെ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുക. അടുത്തൊരു 25 വർഷം കുടുംബം, കരിയർ, നമുക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം 45-50 വയസ്സൊക്കെ കഴിഞ്ഞു. പലപ്പോഴും ഒരു വ്യക്തി ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ഫ്രീ ആയി, കുറച്ച് ഫിനാൻഷ്യലും കുറച്ച് ഐഡൻറ്റിറ്റിയും കുറച്ച് ചുറ്റുപാടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോഴാണ്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം ആ പ്രായമാകുമ്പോൾ തന്നെ ആരോഗ്യവും ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും ക്ഷയിച്ചിട്ട് പിന്നെ ഒരുപക്ഷെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നിന്ന് കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പല വീടുകളിലും അമ്മമാരും അച്ഛന്മാരും അമ്മമാരും അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരൊക്കെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൽഡർലി പോപ്പുലേഷൻ്റെ ഹെൽത്ത് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. ഇനി ഈ വിഷയത്തിനകത്ത് സന്തോഷകരമായിട്ടുള്ള കാര്യം, മേ ബി ഇപ്പോൾ പറഞ്ഞതുപോലെ ഓൾറെഡി കുറച്ച് അസുഖങ്ങളുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അസുഖം വരാനുള്ള സാധ്യതകളുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് അത്ര നല്ലതായിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നമുക്ക് ഏത് സമയത്തും ആരോഗ്യത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് നല്ലൊരു വർത്തമാനം. അതിന് വേണ്ട ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഈറ്റിംഗ് പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു എക്സസൈസും മൂവ്മെൻറ്റുകളും ആയിരിക്കാം, കുറച്ചുകൂടെ നല്ലൊരു സോഷ്യൽ ലൈഫായിരിക്കാം, കുറച്ചുകൂടെ നല്ലൊരു ലൈഫിൻ്റെ ഒരു പർപ്പസിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം. കാരണം പലപ്പോഴും ഞാൻ 60കളും 70ഉം കഴിഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഡയറ്റ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം എന്തിനൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് പറയുന്ന ആ 3ാമത്തെ ക്വാർട്ടറുണ്ട്, മേ ബി ഒരു 50 to 75. കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിച്ചാൽ ഒരു 4ാമത്തെ ക്വാർട്ടർ എങ്ങനെയായിരിക്കാം. ഒരു പക്ഷേ 30കളിലും 40കളിലും നടക്കണമെന്നും ചെയ്യണമെന്നും യാത്ര ചെയ്യണമെന്നും ചെയ്ത് ഉദ്ദേശിച്ച പല കാര്യങ്ങൾക്കും എന്തുകൊണ്ട് 60കളും 70കളും നമുക്ക് ചെയ്തുകൂടാന്നുള്ള. അപ്പം അത്തരത്തിൽ യാത്ര മാത്രമല്ല, ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അതിൻ്റെ ഒരു ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊരു വ്യക്തതയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത് പ്രായത്തിലും ഒരു വ്യക്തിക്ക് ആരോഗ്യം സൃഷ്ടിച്ചെടുക്കുന്നതിനകത്തുള്ള സയൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി എ ഡയറ്ററി ചേഞ്ച്, അല്ലെങ്കിൽ അതൊരു എക്സസൈസിൽ വരുത്തേണ്ട ഒരു മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ചിട്ടകളിൽ വരുത്തേണ്ട ഒരു ചില മാറ്റങ്ങളായിരിക്കാം. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഒരു 6 to 9 months കൊണ്ട് ഒരു വ്യക്തിക്ക് നല്ലൊരു ഹെൽത്ത് ട്രാക്കിലോട്ട് തിരിച്ചു വരാൻ സാധിക്കും. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് കുറച്ച് മാറി ചിന്തിക്കാൻ തയ്യാറാവണം. അവിടെ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപക്ഷെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആരോഗ്യം സൃഷ്ടിച്ചെടുക്കാനായിട്ട് വളരെ ലളിതമായ മാർഗങ്ങളാണ് ഉള്ളത്, പക്ഷെ അത് എളുപ്പമായ മാർഗങ്ങളല്ല. വി ഹാവ് സിമ്പിൾ സൊല്യൂഷൻസ് ഫോർ ക്രിയേറ്റിംഗ് ഹെൽത്ത്, ബട്ട് വി ഡോണ്ട് ഹാവ് ഈസി സൊല്യൂഷൻസ്. നീഡ് ടു ബി കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.